ഹായ് കൂട്ടുകാരെ, ബിരിയാണിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് 1 കിലോ ബിരിയാണി അരി കഴുകിയെടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റായി പുരട്ടി വെച്ചിട്ട്. കുറച്ച് സവാളയും കുറച്ച് ചെറിയുള്ളിയും വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് വറുത്തിടാൻ. 2 ക്യാരറ്റ്, 3 പച്ചമുളക്, 3 തക്കാളി, കുറച്ച് മല്ലിയില, 2ഓളം സവാള അരിഞ്ഞെടുത്തത്, നെയ്യ്, 3.5 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല, അണ്ടിപ്പരിപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ഒരു ചെറുനാരങ്ങ, പട്ടയുടെ ഇല, പട്ട, ഏലക്കായ, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കരാമ്പൂ അഥവാ ഗ്രാമ്പൂ, കുറച്ച് ഉണക്കമുന്തിരി. ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള 8 ഗ്ലാസ് വെള്ളം അളന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ കുക്കറിൽ എൻ്റെ 10 ലിറ്റർ വേവുന്ന വലിയ കുക്കറാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 4 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല മണമുള്ള നല്ല നെയ്യാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 ഏലക്കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കരാമ്പൂ, ചെറിയ ഇനം ആയതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകമാണ് അടുത്തതായി ചേർത്ത് കൊടുത്തത്. അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പട്ടയുടെ ഇല, ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. 2 സവാള ഇതുപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവാള കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ക്യാരറ്റും ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വന്ന ശേഷം പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒപ്പം തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇറച്ചിയിൽ കുറച്ച് ഉപ്പ് ചേർത്തത് കൊണ്ട് ചോറിനാവശ്യമായ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതാണ് ചേർത്ത് കൊടുത്തത്. അതൊരു 3 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ പോയി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിഴിഞ്ഞൊഴിച്ചാലും മതി. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് ചേർത്താൽ മതിയാകും. ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിയാതെ വറുക്കണം. തീ ഒന്ന് താത്തി കൊടുക്കണം. അതിനുശേഷം ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ചിക്കൻ കഷ്ണങ്ങളിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആണ് തിരുമ്മി പിടിപ്പിച്ചത്. ഈ ചിക്കൻ്റെ ഒരു പച്ച മണമുണ്ട്. അതൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുത്തു. തീയൊന്ന് വീണ്ടും ഞാൻ കുറച്ചിരിക്കുകയാണ്. പൊടികളായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരു 7 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തു. ഇറച്ചിയും ഈ ഒരു തക്കാളിയും ഉള്ളിയും മറ്റ് സാധനങ്ങളൊക്കെ കൂടെ ഒന്ന് ഇളക്കി മറിച്ച് വെറുതെ ഒന്ന് അടച്ചു വയ്ക്കുക. കുക്കർ വെറുതെ ഒന്ന് മൂടി വയ്ക്കുക. ഒരു 4 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ആ ഇറച്ചി ഒന്ന് വെന്തിട്ടുണ്ടാവും. ഒരു പാതി വേവ് വന്നിട്ടുണ്ടാവും. ഇനിയാണ് ഞാൻ അരി ചേർക്കുന്നത്.
അരിയോടൊപ്പം തന്നെ ഒരു 1/2 ഗ്ലാസ് തൈര് കൂടി ചേർക്കാൻ മറക്കണ്ട. കട്ട തൈരാവണം, അധികം പുളി പാടില്ല. പാകത്തിന് പുളിയുള്ള തൈരും കൂടി ചേർത്ത് ഒക്കെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. തൈര് ഞാൻ അരിയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇത് നല്ല ഒരു കളറായി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഒരു മണമായി വന്നിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ ഇത് മുങ്ങാൻ പാകത്തിനാണ്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. 4 ഗ്ലാസ്സിന് 8 ഗ്ലാസ് ഇരട്ടി വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ മുഴുവൻ വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് തീ കൂട്ടി കൊടുക്കാം. ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ആ വിസിൽ ഫുള്ളും പോയ ശേഷം ഒരു 3 മിനിറ്റ് കൂടി അടുപ്പ് ഓണായി കിടക്കണം. അടുത്ത വിസിൽ വരാൻ പാടില്ല. അടുത്ത വിസിൽ വരുന്നതിന് മുമ്പ് ഓഫാക്കണം. ഒരു വിസിൽ വന്ന ശേഷം ഒരു 4 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഓഫാക്കിയാൽ മതി എന്ന് സാരം. ഇപ്പോൾ ഇതാ വിസിൽ വന്നു. വലിയ കുക്കറായതുകൊണ്ട് കുറച്ച് സമയമെടുത്താണ് വിസിൽ ഓഫായത്. അതിനുശേഷം പിന്നെയും 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ കുക്കർ ഓഫാക്കി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് തുറന്നു. 1/2 മണിക്കൂർ ഇപ്പം എല്ലാം മുകളിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് മസാലകളും ഒക്കെ. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം. ഞാനിത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കാരണം വീട്ടിൽ വയസ്സായ ആളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ വേവണം. അതുകൊണ്ട് തന്നെ ഒരു വിസിലിൽ ഞാൻ നിർത്തിയിട്ടില്ല. പിന്നെയും 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് കൊട്ടുകയാണ്. സവാളയും ചെറിയുള്ളിയും കൂടി നെയ്യിലാണ് വറുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു കളറാവുന്നത് വരെ ഞാൻ വറുത്തെടുത്തു. ഞാനിപ്പോൾ ഇത് കുക്കറിൽ നിന്നും കാസറോളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ല ഒരു രുചിയായി വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് നല്ല മണം. ഇതിലേക്ക് നമുക്കിത് വറുത്തിടാം. ഇപ്പോൾ ഉള്ളി വറുത്തത് ഞാൻ മുകളിലിട്ട് ഇങ്ങനെ ചട്ടുകം കൊണ്ടൊന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ മണം നമ്മളിത് അടച്ചു വയ്ക്കുമ്പോൾ അതിലേക്ക് വ്യാപിച്ചു കൊള്ളും. ഇനി ഇത് ഈ ചൂടോട് കൂടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഉപയോഗിച്ചാൽ മതിയാകും.